ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വട്ടയപ്പമാണ് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ശർക്കര വട്ടയപ്പമാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്, നല്ല സ്പോഞ്ചിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. ഏതൊരു പച്ചരി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇഡ്ഡലി, ദോശ, അപ്പമൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന പച്ചരിയും യൂസ് ചെയ്യാം. എന്നിട്ട് ആദ്യം ഇത് നമുക്ക് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 3 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം കേട്ടോ. കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ രാത്രിയാണ് വെള്ളത്തിൽ ഇടുന്നതെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇതേപോലെ ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഉണ്ടോ, നന്നായിട്ട് ഇത് 3 മണിക്കൂർ കൊണ്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അരിപ്പയിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തോടെ വാരിയിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാനൊന്ന് അരിച്ചിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഒന്ന് അരിച്ച് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള 4 ഉണ്ട ശർക്കരയാണ് എടുക്കുന്നത്. അതിലേക്ക് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി നമ്മൾ നന്നായിട്ട് ചൂടാറണം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ശർക്കരയിൽ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടാവും, കരടും അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് മസ്റ്റായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി കല്ലില്ലാത്ത ശർക്കര ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു വന്നിട്ടുണ്ട് അരിയിൽ നിന്ന്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ, ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയും അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചോറുമാണ് എടുത്തിട്ടുള്ളത്. ഏത് ചോറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. മട്ടയരിയുടെ ചോറോ വെളുത്തരിയുടെ ചോറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ വെളുത്തരിയുടെ ചോറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ മിക്സിയിൽ ഇത് എല്ലാം കൂടി ഒന്ന് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ മിക്സി അങ്ങോട്ട് സ്റ്റക്കായി പോകും. അതുകൊണ്ട് ഞാൻ ഒരു 3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വീതം ഇട്ടിട്ടാണ് ഞാൻ ഒരു 3 പ്രാവശ്യം ഇട്ടിട്ട് അരച്ചെടുക്കാം. ആദ്യം ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ടാമത് അരയ്ക്കുന്നതിലേക്കും പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ശർക്കര പാനിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വട്ടയപ്പത്തിന് ചെറിയൊരു തരി ഉള്ളത് നല്ലതാണ്. മറ്റേ ഫൈൻ ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം അരച്ചതുപോലെ തന്നെ രണ്ടാമതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി അരക്കാനുള്ളതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നതെന്ന്. അപ്പോൾ ലാസ്റ്റ് അരക്കാനുള്ളതിലേക്ക് ഞാൻ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഭാഗമാണ്. ഞാൻ 4 ഉണ്ട ശർക്കര എടുത്തത്. ഈ 2 കപ്പ് അരിക്ക് കറക്റ്റ് ഭാഗമാണ്. ബാക്കി എല്ലാ ചേരുവകളും എടുക്കുന്ന സമയത്ത് മധുരം കറക്റ്റ് ഭാഗമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് അവസാനമാണ് അവസാനം അരക്കുന്ന അരിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു ചെറിയ കുഞ്ഞ ഏലക്കയാണ്, അതുകൊണ്ട് 5 എണ്ണം ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പഴയതാണെങ്കിൽ പൊങ്ങി വരാൻ ഒരുപാട് സമയം എടുക്കും. പുതിയതാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങി വരും. ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഫുള്ളായിട്ട് അരഞ്ഞിട്ടില്ല. അപ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കാൻ മറന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കും. അപ്പം ഞാൻ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തു. പിന്നെ ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമാണ് നമുക്ക് ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കാൻ. 2 കപ്പ് അരിയിലേക്കും ബാക്കി 1 കപ്പ് ചോറ് 1 കപ്പ് തേങ്ങയിലേക്കൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിലും തിക്കായും പോകരുത്, ഒരുപാട് ലൂസായും പോകരുത് കേട്ടോ. ഈ ഒരു ഏകദേശം ഒരു ദോശ മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ നിങ്ങളിങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അവസാനമാണ് ഈസ്റ്റ് ചേർത്തത് കൊണ്ട്, നമ്മൾ ആദ്യം ചേർത്ത മാവിലേക്ക് ഒഴിച്ചത് കൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇങ്ങനെ പൊക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ബബിൾസൊക്കെ ഇങ്ങനെ വരുന്നത് കാണാം. ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. നല്ല വട്ടയപ്പം നല്ല സോഫ്റ്റ് ആകാൻ ഇങ്ങനെ ഒന്ന് പൊക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബബിൾസൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഞാൻ ഇതൊരു 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. പിന്നെ അത് 1 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരുപാട് സമയം വിട്ട് കുത്തി ഇളക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. അതിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തതാണ്. 1 പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കരയിൽ ചെറിയൊരു ഉപ്പുണ്ട്. പിന്നെ അതുപോലെ മധുരത്തിൽ തയ്യാറാക്കുന്നതിന് നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കലില്ല.
അപ്പോൾ ഇതാ ഇതേപോലെ ഒരു അപ്പച്ചെമ്പിൽ ആവി കയറ്റി നന്നായിട്ടൊന്ന് വെള്ളം തിളച്ച് ആവി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നന്നായിട്ട് ആവി വന്നതിന് ശേഷം പാത്രം വെക്കുക. പാത്രം വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ആദ്യം പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് പാത്രം ആവിച്ചെമ്പിലേക്ക് ഇറക്കരുത്. ഇതുപോലെ ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഇതുപോലെ എന്താ പറയുക മാവ് കോരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ പതുക്കെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആദ്യത്തെ ഒരു 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ഞാനൊരു മൊത്തം ഇതെനിക്കൊരു 16 മിനിറ്റാണ് വേണ്ടി വന്നത്. ബാക്കിയുള്ള ഒരു 12 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലുമാണ്, ലോ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലുമാണ് വെച്ചിട്ട് ഇത് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നമുക്ക് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും. കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നാണ്. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ സൈഡൊക്കെ ചൂടാറിയതിന് ശേഷം കണ്ടോ വിട്ട് വരുന്നുണ്ട്, എനിക്ക് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇതേപോലെ ഞാൻ എനിക്ക് ഒരെണ്ണം കൂടി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ 2 കപ്പ് അരി കൊണ്ട് ഞാൻ അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ അത്യാവശ്യം കനത്തിലുമാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ അധികം കനമില്ലാതെയൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു 4 എണ്ണത്തിനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വലിയ പാത്രവും കുറച്ച് കനത്തിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് 2 എണ്ണവേ റെഡിയാക്കാൻ കിട്ടിയിട്ടുള്ളൂ. നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്കിത് കൈകൊണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല വളയുന്നുണ്ട്. കുറച്ച് കനം കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നും കൂടി നല്ല ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ വളയും. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ വട്ടയപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം റെഡിയാക്കി നോക്കണം. റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും വേണം കേട്ടോ. എനിക്ക് ലൈക്ക് തന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആരെങ്കിലും വട്ടയപ്പം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഒരുപാട് ചെറുതാക്കുന്നൊന്നുമില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും നല്ല സോഫ്റ്റാണ്. കത്തി ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ വേഗം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വട്ടയപ്പമാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ വട്ടയപ്പം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ശർക്കര വട്ടയപ്പം കൂടി തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല സ്പോഞ്ച് പോലെ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. കണ്ടോ, അത് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഓവർ മധുരമൊന്നുമില്ല. പാകത്തിന് നമുക്ക് കഴിക്കാൻ പറ്റിയ മധുരം മാത്രമേ ഉള്ളൂ. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. പിന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുമ്പോൾ ഓളുന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.